അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്രിലിംസ് അതും ഫെയിലായി. അപ്പോൾ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും പറയില്ലേ. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം സ്കൂളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് UPSCയുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പൊതുവെ ഹ്യൂമാനിറ്റീസ് പേപ്പറൊക്കെ എടുക്കാം എന്നുള്ളൊരു ചിന്ത കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവാതെ മാത്തമാറ്റിക്സ് എടുക്കാനായിട്ടുള്ള റീസൺ? സാറേ, ഞാൻ അന്ന് ചെയ്ത മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു റിസൾട്ട് മെയിൻസ് വന്ന ദിവസം തന്നെ. കാരണം എനിക്ക് പക്ക അറിയായിരുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ +2 ഇതാണ് എൻ്റെ ഡ്രീം IAS ആണെന്ന് പറഞ്ഞപ്പോൾ നീ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ മാൻ ആൻഡ് വെൽ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ബട്ട് അത് റാൻഡമായിട്ട് വന്നതാ. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഒരു ഐലൻഡിലേക്ക് വരുന്നൊരു ഗ്രീഷ്മയുണ്ട്. അപ്പം ആ ഐലൻഡിലേക്ക് വരുന്ന ആ ഗ്രീഷ്മയോട് ഈ ഗ്രീഷ്മയ്ക്ക് എന്താ പറയാനുള്ളത്? യു ടുക്ക് എ റൈറ്റ് ഡിസിഷൻ. അയോൾ നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഗ്രീഷ്മ KB ആണ്. ഇത്തവണത്തെ UPSC റാങ്ക് ലിസ്റ്റിൽ 559 റാങ്ക് മേടിച്ച് കേരളത്തിൻ്റെ പാലക്കാടിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗ്രീഷ്മ. ഗ്രീഷ്മ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഗ്രീഷ്മയുടെ സ്വദേശം ശ്രീകൃഷ്ണപുരമാണല്ലേ, പാലക്കാട്? ഓക്കെ. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, വലമ്പലിയങ്കൽ AUP സ്കൂൾ, അവിടെ. കോളേജ് ഒറ്റപ്പാലം NSS കോളേജിൽ. ഈ UPSC ആഗ്രഹം സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഒരു +2 എത്തിയപ്പോഴാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഇതാണ് എൻ്റെ കരിയർ എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻ എടുത്തത്. അതിൻ്റെ മുന്നേ സിവിൽ സർവീസിനെ പറ്റി വായിച്ചുള്ള അറിവാണ്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം സ്കൂളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് UPSCയുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പൊതുവെ ഹ്യൂമാനിറ്റീസ് പേപ്പറൊക്കെ എടുക്കാം എന്നുള്ളൊരു ചിന്ത കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവാതെ മാത്തമാറ്റിക്സ് എടുക്കാനായിട്ടുള്ള റീസൺ? ഡിഗ്രി പഠിച്ചത് മാത്തമാറ്റിക്സ് ആയിരുന്നു അല്ലേ? ഓക്കെ. എന്തായിരുന്നു മാത്തമാറ്റിക്സ് എടുക്കാനായിട്ടുള്ള റീസൺ? മാത്തമാറ്റിക്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അതൊരു 10th ടൈമിൽ തന്നെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഈവൻ ബയോളജി സയൻസ് എടുത്തത് പോലും മാത്സിനോടുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞതിൽ തന്നെ കൂടുതൽ പേരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരും ക്ലിയർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഹ്യൂമാനിറ്റീസ് വേണം എന്നുള്ളൊരു ഐഡിയ. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പലരും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം ആൻഡ് ഫർദർ ആഫ്റ്റർ ഗ്രാജുവേഷൻ എനിക്ക് സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ +2 എത്തിയത്. അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുകയും അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയാണ് വേണം. കാരണം UPSCക്ക് വേണ്ടി ഹ്യൂമാനിറ്റീസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് അല്ലേ, അത് കഴിഞ്ഞിട്ട് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ആദ്യ 2 അറ്റംപ്റ്റുകൾ കൊടുക്കുന്നു, 2ലും പ്രിലിംസ് പാസ്സാവാൻ സാധിക്കുന്നില്ല. അപ്പം ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് നിർത്തിയാലോ എന്നൊരു ചിന്ത എങ്ങനെ തോന്നിയിരുന്നു? ഉണ്ട് സാർ. സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ പോലും ഇവൻ്റെ ഞാൻ ക്ലിയർ ചെയ്യുന്ന, കാരണം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കീ ഒക്കെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 90 റേഞ്ചിൽ സ്കോർ ഉണ്ട്. അപ്പോൾ എക്സ്പെക്ട് ചെയ്തു ക്ലിയർ ചെയ്യുന്നു, ബട്ട് ക്ലിയർ ചെയ്തില്ല. ബട്ട് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അറൗണ്ട് 1.5 മാർക്കിൻ്റെ ഡിഫറൻസിനാണ് കട്ട് ഓഫ് മിസ്സായത്. അപ്പോൾ ഡൗട്ട് വെച്ചിട്ടാണ് 3rd അറ്റംപ്റ്റും പ്രിപ്പയർ ചെയ്തത്. ബട്ട് അമ്മയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തത്, നീ ഇത്തവണയും കൂടി എഴുതി നമുക്ക് ട്രൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് 3rd അറ്റംപ്റ്റ് കൊടുത്തു. ആ സ്റ്റേജിൽ ഇൻ്റർവ്യൂ വരെ എത്തി. അപ്പോൾ അത് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഗ്രീഷ്മ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് UPSC പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ട് നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. വേണമെങ്കിൽ ഡൽഹിയിൽ പോകാം. ഓക്കെ. അപ്പോൾ ഗ്രീഷ്മ തിരുവനന്തപുരത്തേക്ക് വരാനും നമ്മുടെ അടുത്ത് വരാനുമായിട്ടുള്ള കാരണം എന്തായിരുന്നു? സാർ, ഒന്ന് ഡൽഹി എന്നുള്ളത് എനിക്ക് അഫോർഡബിളും അല്ലായിരുന്നു, ആക്സസിബിളും അല്ലായിരുന്നു. തിരുവനന്തപുരം തന്നെ പാലക്കാട് പോലൊരു ജില്ല, അതിന് ശ്രീകൃഷ്ണപുരം കുറച്ച് റൂറൽ ഏരിയയിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരിക പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ സിറ്റിക്ക് വരിക എന്നുള്ളത് തന്നെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ പിന്നെ എനിക്കറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഐലണിലെ PCM ബാച്ച് വളരെ നല്ലതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുത്തു. അങ്ങനെയാണ് 2019 ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആ ജേർണിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ ഡയറക്ടറായിട്ടുള്ള ഡയസാറായിരുന്നു മെൻറ്റർ അല്ലേ? ആ ഡയസാറിൻ്റെ മെൻറ്റർഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയസാറാണ് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കന്ന് ഇന്ത്യൻ ജോഗ്രഫി ഭയങ്കര വീക്കായിരുന്നു. കാരണം ഫാക്ച്വൽ സാധനം പഠിക്കാൻ ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് എന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ പക്ഷേ സാറ് ഒരു സബ്ജക്റ്റ് മാത്രമല്ലാതെ തന്നെ എല്ലാ സബ്ജക്റ്റും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ന്യൂസ് പേപ്പർ റീഡിങ് പോലും എങ്ങനെ ചെയ്തു തരണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ ഫൗണ്ടേഷനാണ് പിന്നെ പലപ്പോഴും സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ PCM ബാച്ചിൻ്റെ പാർട്ടായിട്ട് പീരിയോഡിക്കായിട്ട് ടെസ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഈ ടെസ്റ്റിനൊക്കെ പേടിയുള്ള ആളായിരുന്നു. ആ സമയത്ത് ടെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു? ടെസ്റ്റൊക്കെ ഞാൻ എടുക്കുമായിരുന്നു സാർ, ബട്ട് മാർക്കൊക്കെ കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ
ഹോൾ സിസ്റ്റത്തിനോട് മൊത്തം കോമ്പീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ എന്നിലാണ് കോമ്പീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ടെസ്റ്റിൽ കിട്ടിയതിനേക്കാൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് അധികം ശരിയാക്കാൻ പറ്റുമോ. ബട്ട് കുറച്ച് വീക്ക് ഏരിയസ് ഇപ്പോൾ ആൻഷ്യൻ്റ് മീഡിയയിൽ അവിടെ സ്കിപ്പ് ചെയ്ത് ബാക്കി കോർ ടോപ്പിക്സിൽ എനിക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ മേജറായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഇവൻ ദോ റാങ്ക് ലിസ്റ്റിലൊന്നും പേര് വന്നില്ലെങ്കിൽ. അപ്പോൾ ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല കുട്ടികളും ആ ഹോൾ സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവിടെ തൻ്റെ ഒരു പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കാതാകുമ്പോഴത്തേക്കും ഇതിൽ തന്നെ മടുത്ത് ബാക്കിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഗ്രീഷ്മ ചെയ്തുകൊണ്ടിരുന്നത് തലേ ദിവസത്തേക്കാൾ ഇന്നൊരു ദിവസം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഗ്രീഷ്മയോട് തന്നെയാണല്ലേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു എല്ലാ ആസ്പിരൻറ്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലത്തേനെക്കാട്ടിയും ഇന്നൊരു പടി എങ്ങനെ മുന്നോട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ഗ്രീഷ്മ എന്നിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഗ്രീഷ്മ നേരത്തെ പറഞ്ഞ അമ്മയുടെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗ്രീഷ്മ പരീക്ഷ എഴുതുന്നു, പ്രിലിംസ് എഴുതുന്നു, മെയിൻസ് എഴുതുന്നു, അതിനുശേഷം ഇൻ്റർവ്യൂ വരെ എത്തുന്നു. അപ്പോൾ ആ വർഷം ഗ്രീഷ്മയുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? കിട്ടുമെന്നായിരുന്നു? എന്തായിരുന്നു? കിട്ടുമെന്ന് ജസ്റ്റെങ്കിലും കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കയറാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനായിരുന്നു. കാരണം 2 തവണ പ്രിലിംസ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഇനി ഞാൻ അടുത്ത അറ്റംപ്റ്റിൽ പ്രിലിംസ് കൊടുത്താൽ ക്ലിയർ ആവുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റെങ്കിലും കയറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലിയർ ആയില്ല. അപ്പം അതായത് ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നതും ഇപ്പം ഇത് 3 സ്റ്റേജുകളിലായിട്ട് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ വരെ എത്തുന്ന കുട്ടി ഇൻ്റർവ്യൂവിൽ വെച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഓട്ടമത്സരത്തിൻ്റെ ഒന്നാമത്തെ ലൈനിൽ പോയി വീണ്ടും നിൽക്കണമല്ലേ? ആ സമയത്തുണ്ടായിരുന്ന ഒരു എന്തായിരുന്നു ഒരു ഫീലിംഗ്? എന്തായിരുന്നു അത്? സർ, വല്ലാത്തൊരു മെൻ്റൽ ട്രോമയായിരുന്നു. കാരണം ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തി, ഇൻ്റർവ്യൂ ആ ഇയറിൽ ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്രിലിംസ്, അതും ഫെയിലായി. അപ്പോൾ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും പറയില്ല, ആ ഒരു പോയിന്റ് ആയിരുന്നു. കാരണം 4 അറ്റംപ്റ്റ് കഴിഞ്ഞു, ബട്ട് ഫൈനലി എത്തിയില്ല. 4 അറ്റംപ്റ്റ് പറയുമ്പോൾ തന്നെ ഏകദേശം അറൗണ്ട് 5 years നമ്മൾ പ്രിപ്പറേഷന് കൊടുത്തു. അപ്പോൾ അതൊരു ട്രോമയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അതോ പി ജിക്ക് എന്തെങ്കിലും പോകണം, കിട്ടി പി ജി സീറ്റ് കളഞ്ഞിട്ട് പോകുന്നു, ഒന്നും ആയില്ല, ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത അറ്റംപ്റ്റ് കൊടുക്കണോ എന്നുള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ സാറടുത്ത് വന്നിരുന്നു. അപ്പോഴാണ് സാർ, നീ മെൻറ്റർഷിപ്പ് എടുക്ക്, നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ പിടിക്കാം. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ വീട്ടിൽ നിന്നുള്ളതും പ്രത്യേകിച്ച് ഫ്രണ്ട്സ്, ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തിലാണ് 1 year ഞാൻ 4th attempt 5th attempt വരെയുള്ള ഗ്യാപ്പ്, എസ്പെഷ്യലി 5th attemptൻ്റെ പ്രിലിംസ് July 1st കഴിഞ്ഞ റിസൾട്ട് വന്നത്. അപ്പോൾ അതുവരെ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു 1 year പീരീഡ് ആയിരുന്നു. എനിക്കൊന്ന് ആ ഒരു പീരീഡിൽ ഗ്രീഷ്മ നമ്മളെ കാണാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ PCM ബാച്ചിൽ നമ്മൾ മെൻ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓൾറെഡി ഈ പ്രോസസ്സിൽ കൂടി പോകുന്ന കുട്ടികൾ, അതായത് പ്രിലിംസും മെയിൻസും എഴുതി ഇൻ്റർവ്യൂ വരെ എത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഗ്രീഷ്മ എന്ന് പറയുന്ന വളരെ പൊട്ടൻഷ്യലുള്ള ഈ പ്രോസസ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീഷ്മ എടുത്ത് നമ്മുടെ മെൻ്റർ ആവാൻ പറയുകയും നമ്മുടെ PCM ബാച്ചിലെ മെൻ്റർ ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഗ്രീഷ്മ അത് കഴിഞ്ഞിട്ട് ഗ്രീഷ്മ ഈ അറ്റംപ്റ്റ് കൊടുക്കുന്നു, പ്രിലിംസ് എഴുതി. അപ്പം ഗ്രീഷ്മ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ട് എനിക്കൊന്ന് മെയിൻസിന് രാഹുൽ രാഘവനായിരുന്നു അല്ലേ മെൻറ്റർ? രാഹുലിൻ്റെ മെൻറ്റർഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു മെയിൻസ്, അത് നമ്മുടെ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ? പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എടുത്തിരുന്നത്. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് പോലെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇപ്പോൾ ആൻസേഴ്സിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു സിംഗിൾ ആരോ മാർക്കാണ് പോയിന്റിന് വരെ എഴുതിയിരുന്നത്. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിക്കാൻ പറഞ്ഞു. പ്രസൻറ്റേഷനിൽ കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 1/2 മാർക്കായിരിക്കും എക്സ്ട്രാ തരിക, ബട്ട് അത് 10 ക്വസ്റ്റ്യനിൽ നമുക്ക് ആ എക്സ്ട്രാ 1/2 മാർക്ക് 5 മാർക്ക് തന്നെ സിംഗിൾ പേപ്പർ. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ച് essay ഒക്കെ പറയുകയാണെങ്കിൽ ഈവൻ ഈച്ച് ആൻഡ് എവറി ലൈൻ പുള്ളി വായിച്ച് ഇപ്പം എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമർ ഇഷ്യൂസ്, പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അൺനെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള എറേഴ്സ് വരെ പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പോൾ അതെനിക്ക് മുന്നത്തെ ഒരു മെൻറ്റർഷിപ്പിൽ ലാക്കിംഗ് ആയിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ ആ കാരണം കൊണ്ട് എനിക്ക് കുറച്ചും കൂടി മെയിൻസിന് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രാഹുൽ ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈം പല ടോപ്പേഴ്സിനെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനീനെ മെൻറ്റർ ചെയ്തിരുന്നു, ഇത്തവണ ഗ്രീഷ്മനെ മെൻറ്റർ ചെയ്തു, അതുപോലെ തന്നെ ഇത്തവണ കിരൺ, റാങ്ക് ലിസ്റ്റിലുള്ള കിരണിനെ മെൻറ്റർ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം മെയിൻസ് ക്ലിയർ ചെയ്ത് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂ ഒരു പ്രോസസ്സിൽ കൂടി മൊത്തം പോയി. ഇത്തവണ ഇൻ്റർവ്യൂ പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു? സാർ, ഞാൻ അന്ന് ചെയ്ത മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു റിസൾട്ട് മെയിൻസ് വന്ന ദിവസം തന്നെ. കാരണം എനിക്ക് പക്ക അറിയായിരുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ നെർവസ് ആയിരുന്നു. 3rd attempt ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഇതിനു മുന്നേ ഞാൻ ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ മോക്കല്ലാതെ.
അപ്പോൾ ഞാൻ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നെർവസ് ആവില്ല എന്നുള്ളൊരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് ഐ ഡോണ്ട് നോ പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ വേസിൽ അത് പറയാം. അപ്പോൾ ആ രീതിക്ക് ഫോക്കസ് ചെയ്തു. പിന്നെ ഡേറ്റ് മാർച്ച് 20th ആയതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഡാഫ് ബാക്കി ടോപ്പിക്സ് എല്ലാം ക്ലിയർലി ഇതാക്കി കൂടുതൽ 1-on-1 ഫോക്കസ് ചെയ്തു. പിന്നെ മോക്ക് എടുത്തപ്പോഴും പണ്ട് എനിക്ക് മോക്കിൻ്റെ ഫീഡ്ബാക്കൊക്കെ കിട്ടുമ്പോഴും അതിൽ കുറച്ച് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത്തവണ അതിലേറെ പ്രഷർ ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും മോക്സിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ മുൻ ഇൻ്റർവ്യൂ പോയിട്ടുണ്ടോ ചോദിക്കും. യെസ്, ദ മാർക്ക് അപ്പോൾ ചോദിക്കുമ്പോൾ 146. അപ്പോൾ ഇവന്തോ ബെറ്റർ പെർഫോമൻസ് ആണെങ്കിലും സ്കെയിൽ താഴെ പോകും. അപ്പോൾ അതും എനിക്ക് ഒരു തന്നെ. പക്ഷെ ഞാൻ തളരാതെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തലേ ദിവസത്തേക്കായിട്ട് നമ്മൾ ഇന്ന് എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നത് അതെനിക്കറിയായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു അറൗണ്ട് 2 years സ്ട്രഗിൾ ചെയ്ത് വന്ന് അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മോൾഡ് ചെയ്യുമല്ലോ. ആ ഒരു പോയിന്റ് ഓഫ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായാലും അന്നത്തേക്കാൾ ബെറ്റർ മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മുടെ പിയർ മോക്സിൽ ഒരു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു പിയർ മോക്കിൽ ഉണ്ടായിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പിയർ മോക്ക് എക്സ്പീരിയൻസ്? സാർ, ആ പിയർ മോക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഞാൻ, യദു, അജു, വിഷ്ണു, ഞങ്ങൾക്ക് 4 പേർക്കും മോർ ദാൻ 170 കിട്ടി. ഇപ്പം എനിക്കും അജുവിനും 187 ഉണ്ട്, യദുവിനും വിഷ്ണുവിനും 171, 173 റേഞ്ചിൽ. അപ്പോൾ ഞങ്ങളുടെ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നും. പലപ്പോഴും മുന്നത്തെ സമയത്തൊക്കെ നമുക്ക് പിയർ മോക്സ് എടുക്കാനാണെങ്കിൽ പ്ലേസ് എവിടെ വെച്ച് ചെയ്യുന്ന അറിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഓരോ വീക്കിനാണെങ്കിലും ഞങ്ങൾക്ക് ഐലൻഡിൽ തന്നെ സ്പേസ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ആയിട്ട് പിയർ മോക്ക് എടുക്കാനാണെങ്കിലും 1-on-1 എടുക്കാനാണെങ്കിലും ആ ഒരു എക്സ്പോഷർ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനും ഗ്രീഷ്മയായിട്ടുള്ള 1-to-1 കഴിഞ്ഞ തവണത്തെ ഒരു നെർവസ്നെസ് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ കണ്ടന്റ് ഓവർ എ പീരീഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു. എനിക്കൊന്നു 141 നിന്നും 187 എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് ജമ്പാണ്. അത് എനിക്കൊന്ന് ആ ഗ്രീഷ്മയുടെ ആ ഒരു ഡിറ്റർമിനേഷനും പിന്നെ കൺസിസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഗ്രീഷ്മയുടെ തന്നെ ഒരു എബിലിറ്റിക്കും അത് രണ്ടിനുമാണ് ആ മാർക്ക് യഥാർത്ഥത്തിൽ തരേണ്ടത്. ഈ റാങ്ക് ലിസ്റ്റ്, അതായത് നമ്മൾ ആ ഹോളി PDF എന്ന് നമ്മൾ UPC സർക്കിളിൽ വിളിക്കുന്ന ആ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? ആ റിസൾട്ട് അറിഞ്ഞ് ആ ഒരു പോയിന്റ് എങ്ങനെയായിരുന്നു? സർ, രാവിലെ ഒരു 9 മണി 10 മണി ആ ടൈം തൊട്ടിട്ട് 1:58 വന്ന് ആ മൊമെൻ്റ് വരെ ടെലഗ്രാം നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി ഫുൾ സൗണ്ടിൽ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. പക്ഷേ ഞാൻ ബാക്കിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഹാപ്പിനെസ്സിനെയൊക്കെ കൈൻഡ് ഓഫ് റിലീഫാണ് ഉണ്ട്. ഞാനിനി അൺഎംപ്ലോയിഡ് അല്ല, ആഗ്രഹിച്ചൊരു ഡ്രീമിൽ എത്തിച്ചേർന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഓക്കെ, ഈ ഒരു യാത്രയിൽ ഗ്രീഷ്മയുടെ ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ അമ്മയാണ്. കാരണം ഗ്രീഷ്മയുടെ പല സമയത്തും അമ്മേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഒരു സപ്പോർട്ട് അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഗ്രീഷ്മ അതെങ്ങനെയാണ് കാണുന്നത്? പക്ഷെ അമ്മ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിവിടെ എത്തിച്ചേരില്ല. അത് ഈ സക്സസ് മൊത്തം തന്നെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ +2 ഇപ്പോൾ പല പാരൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ഈ റിസൾട്ട് വന്നതിന് ശേഷമാണെങ്കിലും പാരൻസ് അപ്രോച്ച് ചെയ്യുന്നത് അവർ ഡിസൈഡ് ചെയ്ത കരിയർ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ അമ്മ അതല്ല ചെയ്തത്. ഞാൻ +2 ഇതാണ് എൻ്റെ ഡ്രീം IAS ആണെന്ന് പറഞ്ഞപ്പോൾ നീ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും മാത്സ് ആണ് എനിക്കിഷ്ടം, ഞാനത് എടുക്കും പറഞ്ഞപ്പോൾ അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് അത് റൈറ്റായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത് അമ്മയാണ്. ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് PGക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോഴും ഞാൻ ഡൗട്ട് അടിച്ചു, അപ്പോൾ ഇറങ്ങണോ ഈവൻ PG കഴിഞ്ഞിട്ട്. അപ്പോൾ നീ PG കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പ്ലാൻ എന്ന് വെച്ചു. അപ്പോൾ ഇത് തന്നെ, അപ്പോൾ നിനക്ക് നേരത്തെ ഇറങ്ങിയാൽ എന്താ വെച്ചു. ആ പോയിന്റിലാണ് ഞാനിതിനെ ഇറങ്ങിയത്. പിന്നെ 3rd അറ്റംപ്റ്റിലാണെങ്കിലും 2 അറ്റംപ്റ്റ് പ്രിലിംസ് ഫെയിലായി. ഞാൻ ഒന്ന് ഡൗട്ട് അടിച്ച് വന്നപ്പോൾ അമ്മ പറഞ്ഞു ഒരു തവണയും കൂടി കൊടുക്കുക, ഇത്രയും എത്തിയില്ലേ എന്നുള്ളത്. അപ്പോൾ ആ പോയിന്റിലാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റിൽ ഇവൻ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നിന്നിട്ടുണ്ടോ അമ്മേൻ്റെ ചെറിയൊരു സപ്പോർട്ട് കൊണ്ട് പോലും എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു വേ അമ്മയാണ് ഒരുക്കി തന്നത്. പാലക്കാട് പോലുള്ള, അല്ലെങ്കിൽ പാലക്കാട് തന്നെ ശ്രീകൃഷ്ണപുരത്ത് കുറച്ചുകൂടെ റൂറലായിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഗ്രീഷ്മ വരുന്നത്. അപ്പം ഗ്രീഷ്മ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 5 വർഷമായി. സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കില്ലേ ജോലിയൊന്നും ആയില്ലേ, അതും അല്ലെങ്കിൽ അമ്മയുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും മോളെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ എന്നൊക്കെയുള്ള. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മ നേരിടുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിനെ നിങ്ങൾ ഓവർകം ചെയ്തിരുന്നത്? ഞാൻ നേരിട്ടേക്കാൾ കൂടുതൽ അമ്മയായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ കോൾ വഴിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അവൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയും. ബട്ട് സ്റ്റിൽ അമ്മയ്ക്കും ടെൻഷൻ ഉണ്ടായിരിക്കും, ഏജ് കയറുന്നു, ജോലി ആവുന്നില്ല, പഠിക്കുന്നുണ്ട്.
പിന്നെ നാട്ടിൽ പോയി യൂഷ്വലി ഉള്ള ക്വസ്റ്റ്യൻസ് അത് ഓൾ ടൈം ഈവൻ നാട്ടിലിറങ്ങിയ ഒരു കടയിൽ കയറിയാൽ പോലും അവിടെ നിന്ന് തുടങ്ങും വിത്ത് റിലേറ്റീവ്സ് അടക്കം. അപ്പോൾ ഒന്ന് നമുക്ക് ഭയങ്കര മെൻ്റൽ ടെൻഷൻ, കാരണം നമ്മൾ നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ ഒരു റിസൾട്ടിൽ എത്തുന്നത് വരെ നമുക്ക് ആരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സിവിൽ സർവീസിന്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ആലോചിച്ചത് അക്കൗണ്ടബിലിറ്റി ഫാക്ടറാണ്. എനിക്ക് ഫണ്ട് ചെയ്യുന്ന അമ്മയാണ്, ഞാൻ എൻ്റെ ഡെസിഷനിൽ ഇറങ്ങിയത്. അപ്പോൾ ഞാനെപ്പോഴും എന്നോട് എൻ്റെ അമ്മയോട് ഈ 2 അക്കൗണ്ടബിലിറ്റി ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഫാക്ടറിനെ കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൽ ഞാൻ അത്രയും ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെ അക്കൗണ്ടബിലിറ്റി മാറ്റർ ചെയ്യണം, എവിടെ നിർത്തണം എന്നുള്ളത്, ഇവൻ ദോ മെൻ്റലി നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ടെൻഷനൊക്കെ വരുന്ന സിറ്റുവേഷൻ ഐ എം ഓൺലി അക്കൗണ്ടബിൾ ടു ദീസ് 2 പീപ്പിൾ എന്നുള്ള ആ ഒരു ഡെസിഷനാണ് എന്നെ കുറേ മെൻ്റൽ സ്ട്രെസ്സിന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ രസമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഞാനൊക്കെ ഈ പ്രോസസ്സിൽ കൂടെ പല സമയത്തായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ടാണ് UPSCക്ക് വേണ്ടി ഇറങ്ങുന്നത്. 3 അറ്റംപ്റ്റ് കൊടുക്കുന്നു. 2 തവണ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിലും പല സമയത്തും ഇപ്പോൾ എന്താ മോൻ ചെയ്യുന്നത്, അവൻ കല്യാണമൊന്നും കഴിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ വീട്ടുകാരൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷർ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗ്രീഷ്മ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്രീഷ്മ ഹാസ് ഐഡൻറ്റിഫൈഡ് ഹൂം യു ആർ അക്കൗണ്ടബിൾ ടു. ഗ്രീഷ്മയോടും ഗ്രീഷ്മേൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയോടും. ഇവർ രണ്ടുപേരുടെയും സപ്പോർട്ട്, ഗ്രീഷ്മയുടെ സ്വന്തം സപ്പോർട്ടും അമ്മയുടെ സപ്പോർട്ടും ഉള്ളിടത്തോളം കാലം യു ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനി അതർ പേഴ്സൺ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നാട്ടുകാർ അല്ലെങ്കിൽ ആ 4 പേര് കേട്ട് കഴിഞ്ഞാൽ, അപ്പോൾ പലപ്പോഴും നാട്ടുകാരെയും ബാക്കിയുള്ളവരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഡ്രീം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമ്മൾ ആരോടൊക്കെ അക്കൗണ്ടബിൾ ആയിരിക്കണം, അവരുടെ അക്കൗണ്ടബിൾ ആവുന്നിടത്തോളം കാലം നമ്മുടെ ഡ്രീംസ് ഫോളോ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അത് ചെയ്യുക തന്നെ ചെയ്യണം. ഗ്രീഷ്മയുടെ ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഞാൻ അത് വെറുതെ പറയുന്നതല്ല, ഇത് പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ടിരുന്നുള്ള ഒരാളാണ് ഞാൻ പണ്ട്. ഇപ്പോൾ പല കുട്ടികളും ഇത് ഡൗട്ട്ഫുൾ ആവുന്നുണ്ട്, നാട്ടുകാർ പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതും. അപ്പോൾ ഇവിടെ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അത് പല കുട്ടികൾക്കും ഈ ഒരു ഐഡിയയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്രീഷ്മയുടെ റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ നാട്ടിലൊക്കെ ഭയങ്കര സന്തോഷമായി കാണും, റിലേറ്റീവ്സ് എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഏറ്റവും ഹാപ്പിനെസ് തോന്നിയൊരു മൊമെൻ്റ് എന്തായിരുന്നു? ഹാപ്പിനെസ്, ഞാൻ അമ്മേനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അപ്പോൾ തന്നെ ഇപ്പോൾ ആരുടെ പറയണ്ട, ഒന്നുകൂടി റിസൾട്ട് കൺഫേം ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ അടുത്ത് പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ട്. അത് കഴിഞ്ഞ് നേരെ അമ്മ ഓഫീസിൽ നിന്ന് വന്നു. അമ്മ വന്നതൊന്ന് ഹഗ് ചെയ്തു. അപ്പോൾ അതെനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും ഹാപ്പിനെസ് ആ ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. ഓക്കെ, ഈ UPSC ജേർണി ഒരു 5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ 5 വർഷത്തെ ജേർണിയിൽ ഏറ്റവും ലോ ആയിരുന്ന ഫേസ് ഏതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? സർ, അത് 3rd അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ പോയി, ഫെയിലായി, പ്രിലിംസും ഫെയിലായി. ആ ഒരു പോയിന്റ് ഇനി നിൽക്കണോ പോണോ, അതായത് ഇന്റർവ്യൂ വരെ എത്തിയോണ്ട് നമുക്കിന്ന് വിട്ടുപോകാൻ തോന്നില്ല. ബട്ട് പ്രിലിംസ് ഇനി ക്ലിയർ ചെയ്യുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം. വേറെ ജോബായിട്ടില്ല, പ്ലാൻ B ഇല്ല, ഇതെല്ലാം കാണിച്ചാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. സത്യം ശരി. കാരണം ആ ഒരു ലോ ഫേസിൽ ഗ്രീഷ്മേനെ കാണാൻ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്രീഷ്മയുടെ ഒരു ലോ പോയിന്റ്. പക്ഷേ അപ്പോൾ നമ്മളൊരു ചെറിയൊരു സപ്പോർട്ട്, അതായത് നീ മെൻറ്ററായിട്ട് വരൂ, നമുക്ക് ഈ പ്രോസസ്സ് ഒന്നുകൂടെ പോകാമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അപ്പോഴും ആ ഒരു ലോ ഫേസിന് ഓവർകം ചെയ്തത് ഗ്രീഷ്മയുടെ ഡിറ്റർമിനേഷൻ തന്നെയാണ്. UPSC ഇൻ്റർവ്യൂവിന് 187 മാർക്കുണ്ട്. ഏറ്റവും രസമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചോദ്യം എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ ആയിരുന്നില്ല, ഒരു ബോർഡ് മെമ്പർ ചോദിച്ചത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ എലിഫൻ്റ് ആണെങ്കിലും മങ്കി ആണെങ്കിലും ഫോറസ്റ്റിൽ കാണുന്നതൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ റോഡിൽ, ഇപ്പോൾ അർബൻ ഏരിയയിലാണെങ്കിലും റൂറൽ ഏരിയയിലാണെങ്കിലും ഭയങ്കരമായിട്ട് കാണുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ നോർമൽ നമ്മൾ പറയുന്ന 1-2 പോയിൻ്റ് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ടൂറിസ്റ്റ് സ്പോട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ കയ്യിലുള്ളത് മങ്കീസിനൊക്കെ ഫീഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ജനറലി അതിന് ഒരു ടേസ്റ്റ് അട്രാക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്.
അപ്പോൾ അത് കാരണം അവർ നാച്ചുറൽ ഹാബിറ്റ് മാറിയിട്ട് അവർ പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ചെയർപേഴ്സൺ പെട്ടെന്ന് വീണ്ടും ചോദിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഗ്രീഷ്മ അങ്ങനെ വിചാരിക്കുന്നതാണ്, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ആ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ മേ ബി അതുണ്ടായിരിക്കും, കാരണം നമ്മുടെ സ്പീഷീസ് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പുള്ളി ഹാപ്പി ആയിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളീൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ഈ മങ്കി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വന്നു. അപ്പോൾ വിഷ്ണു എനിക്ക് ആ വീഡിയോ യൂട്യൂബിൽ അയച്ചു തന്നിട്ട് പറഞ്ഞു, മേ ബി എൻ്റെ ക്വസ്റ്റ്യൻ ഇൻഫ്ലുവൻസ്. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ലോ മാർക്ക് ഒന്നെങ്കിൽ ഹൈ മാർക്ക്, ഇവിടെ ഏതെങ്കിലും പോയിന്റിലേക്ക് പോവാം എന്നുള്ളത് അവർക്ക് ഇരുന്നത്. അപ്പോൾ അവിടെ ഒരു ആന്ത്രോപോളജിയും അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സും ഒക്കെ ആയിട്ട് ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് ഇതുവരെ ഞാൻ മോക്കിലൊക്കെ ആ ക്വസ്റ്റ്യൻ മാൻ ആൻഡ് വെൽ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ, ബട്ട് അത് റാൻഡം ആയിട്ട് വന്നതാണ്. കാരണം അപ്പോൾ ഈവൻ ഇപ്പോൾ സൈലൻറ്റ് വാലി ഇപ്പോൾ മെയിൻസ് കഴിഞ്ഞ സമയത്ത് അട്ടപ്പാടി മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈം വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഞാൻ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കേരളാസിലേക്ക് പോകുന്ന വഴിക്കും നമ്മൾ കുറേ മങ്കീസിനെ ആ വഴിയിൽ കാണുമല്ലോ. അപ്പോൾ അവിടെയും ഈ സംഭവം കണ്ടപ്പോൾ ഞാനും അമ്മയും സംസാരിച്ചു അത്. അപ്പോൾ റാൻഡായിട്ട് അവിടെ നിന്ന് പറയാൻ തോന്നിയൊരു പോയിന്റ് മേ ബി ഐ തിങ്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടായിരിക്കും. എല്ലാവരും UPSCയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഇവരുടെ മനസ്സിൽ അൾട്ടിമേറ്റ്ലി സർവീസ് കിട്ടണം, ഇങ്ങനൊരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നുള്ളതായിരിക്കും. എന്താണ് എങ്ങനെയുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നാണ് ഗ്രീഷ്മ ആഗ്രഹിക്കുന്നത്? സർ ഞാൻ ഇതിനിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നും ഉണ്ടായിരിക്കാൻ പറയും. ബട്ട് ഐ തിങ്ക് ഇപ്പം അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ആ പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ മൊമെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് നീഡഡ് ആയിട്ടുള്ള എന്തോ അത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ ഒരു ഐഡിയ ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമുക്കൊരു പൊസിഷനിൽ എത്തിയിട്ട് മൊത്തം മലമറിച്ച ആ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ല. ബട്ട് ആ പോയിന്റിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ എന്തായിരിക്കാം ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അത് ഞാൻ ചെയ്യും എന്നുള്ള. അത് വളരെ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൻസറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഭയങ്കര ആസ്പിറേഷനോട് കൂടി വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് പലപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാകുമ്പോഴത്തേക്കും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അവർ കുറച്ചൊരു അൺഹാപ്പി ആവുകയും കാരണം നമ്മൾ അവർ എയിം ചെയ്തത് നേടാൻ പറ്റുന്നില്ല തോന്നലൊക്കെ വരാറുണ്ട്. പക്ഷെ അവിടെ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉത്തരവാണ് താങ്കൾ പറഞ്ഞത്. അതായത് ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ ഗ്രീഷ്മ റാങ്ക് ലിസ്റ്റിൽ കിട്ടി, നേരത്തെ പറഞ്ഞൊരു സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഗ്രീഷ്മയ്ക്ക്. അപ്പം ഒരു 5 വർഷം മുമ്പ് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഒരു ഐലൻഡിലേക്ക് വരുന്നൊരു ഗ്രീഷ്മയുണ്ട്. അപ്പം ആ ഐലൻഡിലേക്ക് വരുന്ന ആ ഗ്രീഷ്മയോട് ഈ ഗ്രീഷ്മയ്ക്ക് എന്താ പറയാനുള്ളത്? യു ടുക്ക് എ റൈറ്റ് ഡിസിഷൻ. കാരണം അന്ന് വരുമ്പോൾ ഒന്നും അറിഞ്ഞൂടാ. കാരണം ആകെ IAS എന്നുള്ളൊരു ഡ്രീം ഉണ്ട്. ഈവൻ സിലബസ് അറിയില്ല, ഓപ്ഷണൽ ബാക്കി പേപ്പേഴ്സിനെ പറ്റിയിട്ട് ആകെ 3 സ്റ്റേജസ് ഓഫ് എക്സാം ഉണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊരു ഐഡിയ ഇല്ല. ഈവൻ ഫാമിലിയിലോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിലും സർവീസ് കയറിയ ഒരാൾ പോലും ഇല്ല ചോദിക്കാൻ. അപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിന്ന് വന്ന് ഇവൻതോ ആ ഒരു ഡ്രീം എനിക്ക് ഞാൻ എങ്ങനെ കൊണ്ടെത്തി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എനിക്കത് റൈറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ഗ്രീഷ്മ അതായത് താല്പര്യപ്പെടുന്നത് പോലെ വളരെ പ്രാക്ടിക്കൽ സെൻസോടുകൂടിയുള്ള പ്രാക്ടിക്കൽ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻസ് കൊണ്ടുവരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് നമ്പേഴ്സ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റിയുടെ ആണെങ്കിലും കുറേ കൂടി റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആസ്പിരൻറ്റും ഒരു അഡ്മിനിസ്ട്രേറ്ററുമാണ് ഗ്രീഷ്മയ്ക്ക്. ഇപ്പം ഗ്രീഷ്മയിൽ നിന്നുമുള്ള ആ പാഠങ്ങൾ നിങ്ങൾ ഭാവി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത് കാണണം. അതിൽ ആ പ്രിൻസിപ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോടും നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. ആ ഒരു വിശ്വാസത്തോടുകൂടി പോയതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റിയത്. അതുപോലെ നിങ്ങൾക്കും എത്താൻ സാധിക്കട്ടെ. കൺഗ്രാജുലേഷൻ വൺസ് അഗൈൻ ഗ്രീഷ്മ. താങ്ക് യു സർ.